വെൽക്കം ടു തുമ്പി ക്രിയേഷൻ. ഇന്ന് ഞാൻ കാണിക്കുന്നത് പാലക്കാടൻ സ്പെഷ്യൽ പുളിങ്കറിയാണ്. ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൊളീഗ്യോ അനോമിസാണ്. ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് അനോമിസ് കൊണ്ടുവന്നതായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, വറ്റൽമുളക്, ഉലുവ, കടുക്, ചെറിയ ജീരകം, പിന്നെ പുളിവെള്ളം. പുളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. പിന്നെ വേണ്ടത് അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ ഈ പുളിവെള്ളത്തിലേക്ക് ഫസ്റ്റ് ടൈം യോജിപ്പിക്കുക. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. കടുക്, ഉലുവ, വറ്റൽമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇതിട്ട് വറവിടുക. ഞാനിത് ചെയ്തപ്പോൾ എന്നോട് ചെറിയ ജീരകം ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ ലാസ്റ്റാണത് ചേർത്തത്. ഇതെല്ലാം നല്ലപോലെ മൂത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. പാലക്കാട് ജില്ലയിൽ ഇതിനാണ് പുളിങ്കറി എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ തേങ്ങ അരച്ച് വെച്ച ഒരു കുമ്പളങ്ങ എല്ലാം ഇട്ടിട്ടുള്ള ഒരു കറിക്കാണ് പുളിങ്കറി എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ പുളിങ്കറി എന്ന് പറഞ്ഞത് എന്ത് കറിയാണെന്ന് അറിയില്ല. ചിലപ്പോൾ പുളിയിഞ്ചിക്കായിരിക്കാം. എല്ലാ വെള്ളവും മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിക്കുക. ഇത് പെട്ടെന്ന് പാചകം ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റാണിത്. നമുക്ക് ചോറിന് ഇങ്ങനെ ഈ രസത്തിനോട് ഒരു സാമ്യം നിൽക്കും, പക്ഷേ രസമല്ല. രസത്തിൻ്റെ ഒരു ടച്ചിങ്സ് ഉണ്ട്. നല്ലൊരു രുചിയാണ്. അധികം പണിയുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ആവശ്യത്തിന് ഉപ്പിടുക, ഒന്ന് നല്ലോണം തിളക്കുക, അത്രേ ഇതിന് ആവശ്യമുള്ളൂ. ഇങ്ങനെ ഒരു മുഴുത്തണ്ടല്ല ഉണ്ടാവുക, ഇങ്ങനെ ഒരു വെള്ളം പോലത്തെ ഒരു കറിയാണ്. ഇപ്പുറത്തെ ചോറിന് അരി ഇട്ടതാണ് കേട്ടോ. ഇതേപോലെ തിളച്ച് വരിക. പിന്നെ കറിവേപ്പില ഞാൻ പറയാൻ മറന്നിരുന്നു. നല്ല തിളക്കുമ്പോൾ കറിവേപ്പില ചേർക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇത് ഞാൻ കുക്കറിൽ വെച്ചത് കർക്കിടകത്തിൽ ഇല കഴിക്കേണ്ടത് കൊണ്ട് അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ചേമ്പിൻ്റെ ഇല കുക്കറിലാക്കി വെച്ചതാണ്. ഇത് ജീരകം ഇടാൻ മറന്ന കാരണം ലാസ്റ്റ് ഞാൻ കുറച്ച് ജീരകം താളിച്ച് ഈ മിക്സിലേക്ക് ഒഴിച്ചു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.